ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചായക്കടയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളേക്കാൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി എന്നുള്ളത്. എന്നാൽ ടേസ്റ്റിൽ ഒരു കുറവുമില്ല, അപാര ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത ബീഫാണ് കേട്ടോ, പക്ഷേ കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ളത് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നെയ്യുള്ള ബീഫ് എടുക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ബീഫിൻ്റെ കഴുത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ കഴുത്തിൻ്റെ പോർഷൻ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 225 ഗ്രാം ചുവന്നുള്ളി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ചുവന്നുള്ളി അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞെടുത്താൽ മതി. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇഞ്ചി വെളുത്തുള്ളി ചതക്കാൻ എടുക്കുമ്പോൾ വെളുത്തുള്ളിയുടെ അളവ് ഇഞ്ചിയേക്കാൾ ഒരിത്തിരി കൂടുതലായിരിക്കണം. പിന്നെ 2 ടേബിൾ സ്പൂണ് ഉണക്കമുളക് കുത്തിപ്പൊടിച്ചത് വേണം, ചില്ലി ഫ്ലേക്സ് ആക്കിയത്. അപ്പോൾ എരിവ് അധികം വേണ്ടാത്തവർ ഇതിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി. നമ്മൾ പച്ചമുളക്, കുരുമുളക്, മുളക് പൊടി ഒന്നും ഇനി ഇതിൽ ചേർക്കണില്ല. ഈ ഒരു വറ്റൽ മുളകിൻ്റെ എരിവ് മാത്രമാണ് ഈ ബീഫ് റോസ്റ്റിന് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി അധികം എരിവ് വേണ്ടാത്തവരാണെങ്കിൽ പിരിയൻ മുളക് ഇതുപോലെ കുത്തിയെടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു 4-5 തണ്ട് കറിവേപ്പില വേണം. 3-4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 2 ടീസ്പൂണ് വിനാഗിരി വേണം. അപ്പോൾ വിനാഗിരിയുടെ അളവ് കൂടി പോകരുത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ. ഇനി ഒരു കുക്കർ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. എന്നിട്ടത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം. ഇനി ചുവന്നുള്ളി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ചുവന്നുള്ളി ഒന്ന് മൂത്തിട്ട് അതിൻ്റെ പുറം ഭാഗം ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന വരെ, ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങുന്ന വരെ വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ചുവന്നുള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന വരെ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉണക്കമുളക് കുത്തിയത് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയിൽ നിന്ന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി ഇത് 1 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് തീ കൂടി പോകരുതേ, ചിലപ്പോൾ ഉണക്കമുളക് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കണം. ഇനി ഇത് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് അതിനുശേഷം ഇതിലേക്ക് ഉപ്പും വിനാഗിരിയും ചേർത്ത് കൊടുക്കണം. ഉപ്പും വിനാഗിരിയും ചേർക്കുമ്പോൾ കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിനാഗിരി ഞാനിവിടെ 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാനിവിടെ ബീഫ് വേവിക്കുമ്പോൾ വെള്ളം ചേർക്കാതെയാണ് വേവിക്കാൻ പോണത്. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് പീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീഫിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളം ഇറങ്ങി വരും. ഇനിയിപ്പോൾ ഒരുപാട് എല്ലുള്ള പീസാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ വേവിക്കുമ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ഇതിൽ മസാലയും ഉപ്പും എല്ലാം എല്ലാ ഭാഗത്തും മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിവിടെ ഇത് വേവിക്കാൻ പോണത്. ഈ ബീഫ് ഒരു 90 മുതൽ 95% വേവണ വരെ ഞാനിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ തീ കുറച്ച് വളരെ ചെറിയ തീയിലാക്കി വെക്കണം. എന്നിട്ട് ഈ ചെറിയ തീയിൽ ഒരു 8 മുതൽ 10 മിനിറ്റ് ആകുമ്പോഴേക്കും ബീഫ് വെന്തിട്ടുണ്ടാവും. ഈ ചെറിയ തീയിൽ വേവിക്കുന്ന സമയത്ത് ചിലപ്പോൾ 1-2 വിസിൽ വരും. പിന്നെ ഇളം ബീഫൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 8 മിനിറ്റ് ആകുമ്പോഴേക്കും തീ ഓഫ് ചെയ്യണേ. ഈ വേവിക്കാൻ എടുക്കുന്ന സമയം നമ്മളെടുക്കുന്ന ബീഫിനനുസരിച്ചും പ്രഷർ കുക്കറിനനുസരിച്ചും വ്യത്യാസം വരും. ചില ബീഫ് വേവാൻ ഒരുപാട് സമയമെടുക്കും, അതുപോലെ ചില കുക്കർ നല്ല പ്രഷറുള്ളതായിരിക്കും. എന്നാലും മിക്ക ബീഫും ഈ ഒരു സമയം കൊണ്ട് 90% വെന്തിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രഷർ പോയതിനു ശേഷം നോക്കിയിട്ട് വീണ്ടും വേവിച്ചാൽ മതി. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ തീ കുറച്ച് വളരെ ചെറിയ തീയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്.
10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൽ ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം തന്നെ അത്യാവശ്യമുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇത് വെന്തിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ബീഫ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചൂട് കട്ടിയുള്ള പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി എണ്ണ ചേർത്തിട്ടാണ് ഈ ബീഫ് ഉണ്ടാക്കിയത്, അതുപോലെ ബീഫിൻ്റെ നെയ്യും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ എണ്ണ ഈ ചട്ടിയിൽ ചേർക്കണില്ല കേട്ടോ. ഇനി ബീഫ് വേവിച്ചിട്ടുള്ള ഈ വെള്ളമില്ലേ, ബീഫ് സ്റ്റോക്ക്, അത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. അതിൽ കിടന്നിട്ട് വേണം ബീഫ് ബാക്കി വേവാനും അതുപോലെ ഡ്രൈ ആക്കി എടുക്കാനും, എന്നാലായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ബീഫ് പ്രഷർ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ആവശ്യത്തിലധികം വെന്തുപോയി, എന്നാൽ ബീഫിൻ്റെ സ്റ്റോക്ക് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാൻ ചൂടാക്കിയിട്ട് ആദ്യം ബീഫ് സ്റ്റോക്ക് മാത്രം ഒഴിച്ചിട്ട് അതൊന്ന് കുറുകി തിക്കായതിന് ശേഷം മാത്രം ബീഫ് ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ബീഫ് ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ ഒന്നുകിൽ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മയങ്ങിയിട്ടുള്ള ഇരുമ്പ് ചട്ടിയോ അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള അലുമിനിയം ചട്ടി ഉപയോഗിക്കാം. ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 6-7 മിനിറ്റ് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഒന്ന് തുറന്ന് വെച്ചിട്ട് വേവിച്ചതിന് ശേഷം പിന്നീട് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. ഈ ബീഫിൻ്റെ സ്റ്റോക്കൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് ഈ ഇറച്ചി ഒരു റോസ്റ്റ് പരുവത്തിലാവണ വരെ ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കണം. എപ്പോഴും സ്ലോ കുക്ക് ചെയ്യുമ്പോഴാണ് ഇറച്ചിക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഇതാ ഈ ബീഫ് സ്റ്റോക്കൊക്കെ വറ്റിയിട്ട് ഏകദേശം ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് ചെറിയ തീയിൽ വെച്ച് ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് ബാക്കിയുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു നാടൻ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് നമ്മളിതിൽ കറിവേപ്പില മാത്രം ചേർക്കണുള്ളൂ, മല്ലിയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പാണ് ബീഫ് റോസ്റ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാം. ഞാനൊരു ഇത്തിരി കൂടി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ബീഫ് റോസ്റ്റ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, എന്നാൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇത് അപ്പത്തിൻ്റെ അതുപോലെ പത്തിരിയുടെ ഒക്കെ കൂടെ ഭയങ്കര നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളുടെ ബീഫ് റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഇതാ ഒരു പീസ് എടുത്ത് നോക്കി, ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.